ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈസ്റ്റർ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന ഞായർ. ഈ ഞായറാഴ്ചയെ നമ്മളെല്ലാവരും പൊതുവായിട്ട് പേര് ചൊല്ലി വിളിക്കുന്നത് പുതുഞായർ എന്നാണ്, ന്യൂ സൺഡേ. പ്രിയമുള്ളവരെ, ഈ പുതുഞായറിനോട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിശുദ്ധയുടെ പേരാണ് വിശുദ്ധ മരിയ ഫൗസ്റ്റീന. ഈ പുതുഞായറിൽ നമ്മൾ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഓട്ടോബയോഗ്രഫി, ആത്മകഥ നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. വളരെ വലിയൊരു പുസ്തകമാണെങ്കിൽ കൂടെ ഈ ഒരു പുസ്തകത്തിൻ്റെ ഉൾക്കാമ്പ് എന്നുള്ളത് വിശുദ്ധയ്ക്ക് ഈശോ ദർശനങ്ങളിലൂടെ നൽകിയ കോൺവെർസേഷൻസിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഇതിൽ ഓരോ പ്രാവശ്യമായിട്ട് ഈശോ ദർശനങ്ങളിലൂടെ നൽകിയ സംസാരങ്ങൾ വിശുദ്ധ കുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 299 പാരഗ്രാഫ് ഇപ്രകാരം വിശുദ്ധ പറയുകയാണ്. ഈശോ പറയുന്നു, ഐ ഡിസയർ ദാറ്റ് ഫസ്റ്റ് സൺഡേ ആഫ്റ്റർ ഈസ്റ്റർ ബി ദ ഫീസ്റ്റ് ഓഫ് മേഴ്സി. ഈസ്റ്റർ ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന ഞായർ ഇനി മുതൽ കരുണയുടെ തിരുനാളായിട്ട് എല്ലാവരും ആഘോഷിക്കണം. ഈശോ വിശുദ്ധയ്ക്ക് നൽകിയ ഒരു ദർശനമാണ്. ഈ ഒരു ദർശനമാണ് പുതുഞായറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചരിത്രമെന്ന് പറയുന്നത്. ഈശോ തന്നെ വിശുദ്ധയിലൂടെ വെളിപ്പെടുത്തിയ ഒരാഗ്രഹം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ തിരുസഭ ഈ പുതുഞായറിനെ വിളിക്കുന്ന പേരാണ് ദൈവ കരുണയുടെ ഞായർ. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ഈ ഞായറാഴ്ച ദൈവ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ദൈവകരുണയുടെ തിരുനാൾ വിശുദ്ധയിലൂടെയാണ്, വിശുദ്ധ മരിയ ഫൗസ്റ്റീനയിലൂടെയാണ് തിരുസഭയ്ക്ക് നൽകപ്പെട്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു പുതുഞായറിൽ ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു ധ്യാന വിഷയമായിട്ട് നിലകൊള്ളുന്നത് ഈശോയുടെ ദൈവകരുണയുടെ ചിത്രമാണ്. അതെ, ദൈവകരുണ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയുടെ ദൈവകരുണയുടെ ചിത്രത്തിലൂടെയാണ്. ഈ ചിത്രവും ദർശനത്തിലൂടെ വിശുദ്ധയ്ക്ക് ഈശോ നൽകിയതാണ്. അങ്ങനെ അവളുടെ വിശുദ്ധീകരണങ്ങളിലൂടെ ഒരു വ്യക്തി, ഒരു പെയിൻറ്റർ വരച്ച ചിത്രമാണ് ഡിവൈൻ മേഴ്സിയുടെ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഡിവൈൻ മേഴ്സിയുടെ പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈശോയെയാണ്. ഈശോ നിൽക്കുന്ന ഈശോയുടെ ഹൃദയഭാഗത്തു നിന്നും 2 രശ്മികൾ പുറപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവകരുണയുടെ ഞായറിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഈശോയുടെ ഡിവൈൻ മേഴ്സി പെയിൻറ്റിംഗ് ചിത്രം തന്നെയാണ്. ഈശോയുടെ ഹൃദയഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഡിവൈൻ മേഴ്സി സൺഡേയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പറയുന്ന വാക്കുകൾ നമ്മളേറെ ശ്രദ്ധിക്കണം. ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, ദി ഹാർട്ട് ഓഫ് ജീസസ് ഇസ് ദ അൾട്ടിമേറ്റ് സിമ്പിൾ ഓഫ് ഗോഡ്സ് മേഴ്സി. 2013 പാപ്പ പറഞ്ഞ ഒരു വാക്കാണ്. തുടരുന്നു, ദ മേഴ്സി ഓഫ് ഗോഡ് ഗിവ്സ് ലൈഫ് ടു മാൻ, ഇറ്റ് റൈസസ് ഹിം ഫ്രം ദ ഡെഡ്. ദൈവകരുണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് അത് ഈശോയുടെ ഹൃദയമാണ്. അപ്പോൾ ഈ ഒരു ഹൃദയത്തിൽ നിന്നാണ് 2 രശ്മികൾ വരുന്നതായിട്ട് നമ്മൾ ഈ പെയിൻറ്റിങ്ങിൽ കാണുന്നത്. അത് 2 നിറങ്ങളാണ്. ആ രശ്മികൾ 2 നിറങ്ങളിലുള്ളതാണ്. ആദ്യത്തേത് നീല നിറവും രണ്ടാമത്തേത് ചുമപ്പ് നിറവും. ആദ്യത്തെ നീല നിറത്തിലുള്ള രശ്മി അത് സൂചിപ്പിക്കുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ദൈവ കരുണയാണ്. രണ്ടാമതായി ഈ ചുമപ്പ് നിറം സൂചിപ്പിക്കുന്നത് ഇന്നും അനുദിനം പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലൂടെ ദൈവം നമുക്ക് ചൊരിഞ്ഞു നൽകുന്ന ദൈവ കരുണയെക്കുറിച്ചുമാണ്. ആയതുകൊണ്ട് ഇന്ന് ഈ ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ പുതുഞായർ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് കരുണയുടെ 3 സവിശേഷതകളെക്കുറിച്ചാണ്. നമ്മളാകുന്ന വിശ്വാസി ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കരുണയുടെ 3 സവിശേഷതകൾ. ഈ കരുണയുടെ 3 സവിശേഷതകൾ ഇന്നത്തെ സുവിശേഷവുമായിട്ട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. പ്രിയമുള്ളവരെ, ഈ ദൈവകരുണയുടെ ഞായറിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെയും ഈശോ നമ്മളെ കരുണയുടെ 3 സവിശേഷതകൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ആദ്യത്തെ കരുണയുടെ സവിശേഷത എന്ന് പറയുന്നത് ജീവിതത്തിൽ സമാധാന സ്നേഹികളായിട്ട് മാറുക എന്നുള്ളതാണ്. പീസ് ലവിങ് പേഴ്സൺ.
രണ്ടാമത്തേത് ജീവിതത്തിൽ ഒരു ദൈവിക സൗമ്യത കാത്തുസൂക്ഷിക്കുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ജീവിതത്തിൽ സ്വർഗീയ എളിമയുള്ളവരായിട്ട് മാറുക എന്നുള്ളതാണ്. ആദ്യത്തേത് നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ കരുണയുടെ ഞായറിൽ നമ്മൾ ഓരോരുത്തരും കരുണയുടെ ആദ്യ സവിശേഷത ഉള്ളവരായിട്ട് മാറണം. നമ്മളെല്ലാവരും ജീവിതത്തിൽ സമാധാന സ്നേഹികളായിട്ട് മാറണം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് 2 പ്രാവശ്യങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെടുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ആ സുവിശേഷ ഭാഗത്തിൽ മുഴുവനും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈശോ 3 പ്രാവശ്യം വന്ന് പ്രത്യക്ഷപ്പെടുന്ന സമയം പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. പ്രത്യക്ഷപ്പെടുന്നത് 2 പ്രാവശ്യമാണെങ്കിലും ഈശോ അവരോട് തുടരെ 3 പ്രാവശ്യം പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. തൻ്റെ ജീവിതത്തിൽ ഉയർപ്പിലൂടെ ദൈവം നൽകിയ വലിയ സമാധാനം പകർന്നു നൽകുന്ന ഈശോയെ നമ്മളിവിടെ കാണുകയാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളോടും നമ്മളുടെ ജീവിതത്തിലെ മറ്റ് കടമകളോടുമൊക്കെ എപ്രകാരം ഒരു സമാധാനം സ്ഥാപിക്കുന്നവരായിട്ട് മാറണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഈശോയുടെ മരണശേഷം 4 പാടും ചിതറിക്കപ്പെട്ട ശിഷ്യന്മാർ പിന്നീട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഈശോയുടെ ഈ ഒരു വചനത്തിൻ്റെ ബലത്തിലാണ്. നിങ്ങൾക്ക് സമാധാനം. നമ്മളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു സമാധാനം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളിലൂടെ ആ ദൈവിക സമാധാനം ചൊരിയപ്പെടുന്ന ഒരു ജീവിത സാഹചര്യം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്രകാരം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 52-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ പത്രോസിനോട് പറയുകയാണ്, നിൻ്റെ വാൾ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കും. ജീവിതത്തിൽ നീ ഒരു സമാധാനം അനുഭവിക്കണം, സമാധാനം സ്വന്തമാക്കുവാൻ പരിശ്രമിക്കണം. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും വിഘടിച്ചു നിൽക്കുന്ന വ്യക്തിയായിട്ടല്ല മാറേണ്ടത്, മറിച്ച് സമാധാനത്തോടുകൂടെ കാര്യങ്ങളോട് ഒരു അപ്രോച്ച് കാത്തു സൂക്ഷിക്കാൻ, ഒരു സമാധാന സ്നേഹിയായിട്ട് മാറുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈശോ നൽകുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സമാധാന സ്നേഹിയായിട്ട് മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ കാരുണ്യം നമുക്ക് ആസ്വദിക്കുവാനും പകർന്ന് നൽകുവാനും സാധിക്കുക. രണ്ടാമതായിട്ട്, ഈ ദൈവകരുണയുടെ ഞായറിൽ ദൈവകാരുണ്യമുള്ള വ്യക്തിയായിട്ട് മാറണമെന്ന് ഈശോ പറയുമ്പോൾ രണ്ടാമത്തെ കാരുണ്യത്തിൻ്റെ സവിശേഷത നമ്മളുടെ ധ്യാനമായിട്ട് മാറണം. അത് ദൈവിക സൗമ്യതയാണ്. ജീവിതത്തിൽ സമാധാന സ്നേഹിയായി മാറുന്നതോടൊപ്പം ഒരു ദൈവിക സൗമ്യത ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. ഈശോ ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ തോമസ് ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷപ്പെടുന്ന സമയം ഈശോ അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. തുടർന്ന് ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇത് പറയും മുൻപ് നമ്മൾ വചനത്തിൽ വായിക്കുന്നു, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവൻ അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു നിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ സമാധാന സ്നേഹികളായി മാറുന്നതോടൊപ്പം ജീവിതത്തിൽ ദൈവികമായിട്ടുള്ളൊരു സൗമ്യത എല്ലാ കാര്യങ്ങളോടും എല്ലാ വ്യക്തികളോടും കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് മാറണം എന്നുള്ളതാണ്. ആ ഒരു സൗമ്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ പാപത്തിൽ നിന്നുള്ള അകൽച്ചയാകാം. ആ ഒരു സൗമ്യത എന്ന് പറയുന്നത് ജീവിതത്തിൽ നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ഒന്നാകാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളോടും ആ ഒരു ദൈവിക നന്മ കാത്തു സൂക്ഷിച്ച് പെരുമാറുന്ന നമ്മളുടെ ഒരു സ്വഭാവമാകാം. നമ്മളിപ്രകാരം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ വായിക്കുന്നു. ഈശോ പാപിനിയായ സ്ത്രീയോട് ചോദിക്കുന്നു, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവൾ പറഞ്ഞു, ഇല്ല. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാപി തൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു പാപിനിയോടും അവളുടെ പാപ സാഹചര്യങ്ങളോടും ഒരു സൗമ്യത കാത്തു സൂക്ഷിക്കുന്ന ഈശോയെ നമ്മൾ കാണുകയാണ്. കുറ്റം പറയാതെ, കുറ്റപ്പെടുത്താതെ, അവളുടെ ഉള്ളിനെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഇനിയും കീറി മുറിക്കാതെ, അതിനെയൊക്കെ സൗമ്യതയുടെ വചനത്താൽ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത് പറഞ്ഞ് മുറിവുണക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് ഈശോ അവിടെ മാറുകയാണ്. അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് കാരുണ്യം ചൊരിയപ്പെടുന്ന അവസ്ഥ തന്നെയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സമാധാന സ്നേഹികളായി മാറുന്നതോടൊപ്പം കാരുണ്യത്തിൻ്റെ ഈ രണ്ടാമത്തെ സവിശേഷത സ്വന്തമാക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതായത് ജീവിതത്തിൽ ഒരു ദൈവിക സൗമ്യത എല്ലാ വ്യക്തികളോടും സാഹചര്യങ്ങളോടും, പ്രത്യേകിച്ച് കുറവിൻ്റെ സാഹചര്യങ്ങളോടൊക്കെ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട്, ദൈവ കരുണയുള്ളവരായിട്ട് നമ്മളെ മാറുവാൻ സഹായിക്കുന്ന കാരുണ്യത്തിൻ്റെ മൂന്നാമത്തെ സവിശേഷത
ഒരു സ്വർഗീയ എളിമ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. നമ്മൾ പറഞ്ഞു, സുവിശേഷത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ തോമസ് ഇല്ലായിരുന്നു. വീണ്ടും ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയ ഒരു സമയത്ത് ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അന്ന് തോമസ് അവിടെ ഉണ്ടായിരുന്നു. ഈശോ തോമസിനോട് പറയുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അതിനെന്ത് ചെയ്യണം? നീ എൻ്റെ അടുത്ത് വരിക, എൻ്റെ മുറിവുള്ള ഈ ആണിപ്പഴുതുകൾ നീ കാണുക, കരങ്ങൾ നീ കാണുക, നിൻ്റെ വിരൽ നീട്ടി എൻ്റെ പാർശ്വത്തിൽ തൊട്ട് വിശ്വസിക്കുക എന്ന് ഈശോ പറയുന്നു. ഇവിടെ ഈശോയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന തോമസിനെയാണ് നമ്മൾ പറയുന്നത്. തൻ്റെ അവിശ്വാസത്തെക്കാൾ വലുതായിട്ട് ഈശോയുടെ വിശ്വാസത്തിൻ്റെ വചനങ്ങളോട് ഒരു എളിമ കാത്തു സൂക്ഷിക്കുന്ന തോമസ്. ആ ഒരു സ്വർഗീയ എളിമ അവൻ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. തൻ്റെ ചിന്ത തെറ്റായിരുന്നു, തൻ്റെ വിലയിരുത്തൽ തെറ്റായിരുന്നു. ഈശോ സത്യത്തിൽ ഉയർത്തെഴുന്നേറ്റു, എൻ്റെ സഹോദരങ്ങൾ അവനെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് സമ്മതിക്കുന്ന തോമസിനെ നമ്മൾ കാണുകയാണ്. തൻ്റെ ആ ഒരു അഭിമാനത്തിൻ്റെ അവസ്ഥയൊക്കെ മാറി, തെറ്റുപറ്റി എന്നുള്ളത് തെറ്റായിട്ട് തന്നെ മനസ്സിലാക്കി ആ തെറ്റിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന തോമസിനെ നമ്മൾ കാണുകയാണ്. പിന്നീട് തോമസ് ആ പാർശ്വത്തിൽ തൊട്ടിട്ട് പറയുന്ന ഒരു വചനം ഇങ്ങനെയാണ്: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. പ്രിയമുള്ളവരെ, അത് ഒരു സ്വർഗീയ എളിമയുടെ ആരംഭമായിരുന്നു. പിന്നീട് അവൻ ജീവിതത്തിൽ അഹങ്കരിച്ചിട്ടില്ല. തൻ്റെ കുറവുകളെയൊക്കെ തിരുത്തി കർത്താവിൻ്റെ വലിയ സുവിശേഷ പ്രഘോഷകനായിട്ട് എല്ലാ ഇടങ്ങളിലും ഓടി നടന്ന കർത്താവിനെ നൽകുന്നവനായിട്ട് അവൻ മാറുകയാണ്. കർത്താവിൻ്റെ കരുണ നൽകുന്നവനായിട്ട് മാറുകയാണ്. നമ്മളിപ്രകാരം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ വായിക്കുന്നു: നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. ഒരു സ്വർഗീയ എളിമ. ഇന്ന് നമ്മൾ ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മാമോദീസായിലൂടെ ചൊരിയപ്പെട്ട ആ കാരുണ്യം, നമ്മളുടെ ജീവിതത്തിൽ അനുദിനം ദിവ്യകാരുണ്യത്തിലൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ ചൊരിയപ്പെടുന്ന കാരുണ്യം, അത് ജീവിതത്തിൽ സമാധാന സ്നേഹികളായി മാറിക്കൊണ്ട്, ജീവിതത്തിൽ ഒരു ദൈവിക സൗമ്യത കാത്തുസൂക്ഷിച്ചുകൊണ്ട്, ജീവിതത്തിൽ ഒരു സ്വർഗീയ എളിമ കാത്തുസൂക്ഷിച്ചുകൊണ്ട് സ്വീകരിക്കുവാനും പകർന്ന് നൽകുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മളും ദേവാലയങ്ങൾ പോലെ ദൈവത്തിൻ്റെ ദൈവകരുണയുടെ ചലിക്കുന്ന ദേവാലയ ഇടങ്ങളായിട്ട് മാറും. അതിനുവേണ്ടി ദൈവം നമ്മളെല്ലാവരെയും ഈ ദൈവകരുണയുടെ ഞായറിലൂടെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവകരുണയുടെ ഞായറിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.